നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന KCB നിലപാടിനെതിരെ കാസർഗോഡ് പ്രതിഷേധമിരമ്പി. COE ജില്ലാ കമ്മിറ്റി ജില്ലാ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇനി കറന്റ് ബില്ല് സീറോ ആക്കാം. കാസർഗോഡ് റിന്യൂവബിൾ എനർജി മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി പുത്തൻ ചുവടുവയ്പുമായി കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പനത്തടി മണ്ഡലം സമ്മേളനത്തിന് പാണത്തൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം നടന്നു. ലോക വൃക്ക ദിനാചരണം. പോർഫ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. 5 ലക്ഷം രൂപ ചെലവിട്ട് ഉദനൂർ സൗത്ത് ഇസ്ലാമിയ LP സ്കൂളിന് നിർമ്മിച്ച ശുചിത്വ സമുച്ചയം തുറന്നു. മാന്യ കൊല്ലങ്കാനയിൽ റോഡിനോട് ചേർന്ന സ്ഥലത്ത് തീപിടുത്തം. ഉണങ്ങിയ പുല്ലുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ആതുര സേവന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജൈനബി റഹ്മാൻ എന്ന ദാദിമയുടെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകി. വാർത്തകൾ വിശദമായി. കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന KCB നിലപാടിനെതിരെ കാസർഗോഡ് പ്രതിഷേധമിരമ്പി. COE ജില്ലാ കമ്മിറ്റി KCB കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിദ്യാനഗറിലെ വൈദ്യുതി ഭവനിലെത്തി KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് നിവേദനവും നൽകി. ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന KCBയുടെ നിലപാടിനെതിരെ സംസ്ഥാനത്തെ വൈദ്യുതി ഭവനുകൾക്ക് മുന്നിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയ സമരം ജനകീയ മുന്നേറ്റവും മുന്നറിയിപ്പുമായി മാറി. ഇതിന്റെ ഭാഗമായി COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗറിലെ ജില്ലാ വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ച് സുനിൽ ഗവാസ്കറുടെ പേരിലുള്ള റോഡിൽ നിന്നും ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ ബോർഡും കയ്യിലേന്തി നീങ്ങിയ മാർച്ച് വൈദ്യുതി ഭവന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് സമര വളണ്ടിയർമാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചു. ഓഫീസിന് മുന്നിൽ ചേർന്ന പ്രതിഷേധ യോഗം COA സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിൾ വലിക്കുന്നതിന് പ്രത്യേകം വാടക ഈടാക്കുന്ന ഒരു തീരുമാനമാണ് KCB കൈക്കൊണ്ടിട്ടുള്ളത്. അത് ഒരു വിചിത്ര തീരുമാനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ KCBയുടെ 120 kVയും അതേപോലെ തന്നെ 220 kV ഉൾപ്പെടെയുള്ള ലൈനെല്ലാം ട്രങ്ക് ലൈനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കേബിൾ TV ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രങ്ക് ലൈനിൽ നിന്നും ചിലപ്പോൾ 48 അല്ലെങ്കിൽ 24 ഫൈബർ ശൃംഖലയിൽ നിന്നും സാധാരണ ജനങ്ങളുടെ ഉപഭോക്താക്കളുടെ വീടുകളിലേക്ക് കണക്ഷൻ എത്തിക്കുന്നതിന് വേണ്ടി സബ് വയറുകൾ ബ്രാഞ്ച് വയറുകൾ വലിക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം തന്നെ പ്രത്യേകം നിരക്ക് ഈടാക്കുക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അത് അനഭിലഷണീയമായ കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, CCN ചെയർമാൻ K പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി സ്വാഗതവും ജില്ലാ ട്രഷറർ P വിനോദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് KCB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ SP സുരേഷ് ബാബുവിന് നിവേദനവും കൈമാറി. നിവേദനം വൈദ്യുതി ബോർഡിലെ ഉന്നതാധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പരമാവധി സഹായം ലഭ്യമാക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ നടത്താമെന്ന് അദ്ദേഹം സമരക്കാർക്ക് ഉറപ്പ് നൽകി. കേബിൾ TV ബ്രോഡ്ബാൻഡ് വൈദ്യുതി പോസ്റ്റ് വാടക പിൻവലിക്കുക, ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശം കേബിൾ TVക്ക് കൂടി ബാധകമാക്കുക, ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്ക് നൽകുന്ന K-ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക, K-ഫോൺ ഫൈബർ അനുവദിക്കുന്നതിലെ കാലതാമസവും വിവേചനവും അവസാനിപ്പിക്കുക, ചെറുകിട സംരംഭകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങളാണ് COA സമരത്തിലൂടെ പ്രധാനമായും മുന്നോട്ട് വെച്ചത്. COA ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ദിവാകര, പുരുഷോത്തം നായ്ക്, PK മനോജ് കുമാർ, സുധീഷ്, നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ, COA കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശൻ, നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജുരാജ്, കാസർഗോഡ് മേഖലാ ട്രഷറർ ചിത്ര G തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇനി കറന്റ് ബില്ല് സീറോ ആക്കാം. കാസർഗോഡ് റിന്യൂവബിൾ എനർജി മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി പുത്തൻ ചുവടുവയ്പുമായി കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്.
ഡിജിറ്റൽ കേബിൾ TV ഇന്റർനെറ്റ് സേവനദാതാക്കളായ കേരള വിഷന്റെ സഹസ്ഥാപനമായ കൊലീഗ് സോളാർ സൊല്യൂഷൻസിലൂടെ കാസർഗോഡ് ഇലക്ട്രിക് ബിൽ ഫ്രീ ജില്ലയായി മാറുന്നു. പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയിലൂടെ സുസ്ഥിരമായ ഊർജ്ജ സമ്പാദനമാണ് ഇനിയുള്ള ലക്ഷ്യമെങ്കിൽ അതിനുള്ള മാർഗമാണ് കൊലീഗ് സോളാർ സൊല്യൂഷൻസ്. കാസർഗോഡ് ജില്ലയിലെ വീടുകളുടെയും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെയും ഇലക്ട്രിസിറ്റി ബില്ലുകൾ സീറോ ആക്കുക എന്ന ലക്ഷ്യവുമായാണ് കഴിഞ്ഞ 30 വർഷക്കാലമായി ഡിജിറ്റൽ കേബിൾ TV രംഗത്തും ഇന്റർനെറ്റ് രംഗത്തും മികച്ച ഉപഭോക്തൃബന്ധം കാത്തുസൂക്ഷിക്കുന്ന പാരമ്പര്യം മുൻനിർത്തി കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വ്യവസായ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊളീജിയസ് സോളാർ സൊല്യൂഷൻ എന്ന പുതിയൊരു ഉദ്യമത്തിലേക്ക് കൂടി ചുവടുവെച്ചത്. ജില്ലയിൽ 1 ലക്ഷത്തിൽ പരം കേബിൾ TV കണക്ഷനും 60,000 ഇന്റർനെറ്റ് കണക്ഷനുമുള്ള CCN സോളാർ മേഖലയിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന GEPS സോളാർ കമ്പനിയുടെ സഹകരണത്തോടെയാണ് കൊളീജിയസ് സോളാർ സൊല്യൂഷൻ ആരംഭിച്ചിരിക്കുന്നത്. 30 വർഷത്തെ വാറന്റിയോടുകൂടിയും 5 വർഷത്തെ സൗജന്യ മെയിന്റനൻസും 7% പലിശ നിരക്കിലുള്ള ലോൺ സൗകര്യവും 3 kVക്ക് 78,000 രൂപ സബ്സിഡിയും മാർച്ച് 31-നകം ബുക്ക് ചെയ്യുന്നവർക്ക് 5% പ്രത്യേക ഡിസ്കൗണ്ടുമായി സമാനതകളില്ലാത്ത രീതിയിലാണ് CCN ഈയൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. കൂടാതെ ആദ്യം ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് ഇൻഡക്ഷൻ കുക്കർ സമ്മാനമായി നൽകും. ഇതിനു പുറമെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് കാർ, ബൈക്ക്, സ്വർണ്ണ നാണയം ഉൾപ്പെടെയുള്ള ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട്. കാഞ്ഞങ്ങാട് മൻസൂർ ഓഡിറ്റോറിയം ബിഗ് മാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൊളീജിയസ് സോളാർ സൊല്യൂഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബിസിനസിന്റെ വൈവിധ്യവൽക്കരണത്തെ സംബന്ധിച്ചും നമ്മൾ മറ്റു മേഖലകളിലേക്ക് പോവേണ്ട ആവശ്യകതയെ സംബന്ധിച്ചൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിയോടെ സൂചിപ്പിച്ചു. തീർച്ചയായും അങ്ങനെ മാറി ചിന്തിക്കേണ്ട കാലഘട്ടത്തിലാണ്, അതിൻ്റെ അനിവാര്യതയിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് ഇത്തിരി വൈകിപ്പോയോ എന്നൊരു സംശയം കൂടി എനിക്കുണ്ട്. കാരണം നമ്മളെപ്പോലുള്ള സംഘടന, നമ്മളെപ്പോലെ ഏതാണ്ട് 3 പതിറ്റാണ്ടിലേറെയുള്ള അനുഭവ സമ്പത്തുള്ള, പരിചയ സമ്പത്തുള്ള ആളുകൾ, അവരുടെ ഒരു നല്ല കാലം ഒരുപക്ഷെ നമ്മളുടെ ഉദാസീനത കൊണ്ട് നമ്മുടെ അവസരങ്ങളിലേക്ക്, നമ്മുടെ സാധ്യതകളിലേക്ക് മുഴുവൻ പോകാതെ വന്നോ എന്നൊരു വേദന എനിക്കുണ്ട്. കാരണം കേരളത്തിൽ ഒരുപക്ഷെ പരിശോധിച്ചാൽ നമുക്ക് കൈവക്കാൻ പറ്റാത്ത മേഖലകൾ ചുരുക്കമാണ്. നമ്മൾ കൈവച്ച മേഖലകളിലെല്ലാം നമ്മൾ പ്രധാനമായും 2 മേഖലകളിലാണ് കൈവച്ചത്. അതൊന്ന് കേബിൾ TV മേഖലയിലും പിന്നീട് ബ്രോഡ്ബാൻഡും. പിന്നീട് പല മേഖലകളിലേക്കും നമ്മൾ കടന്നിട്ടുണ്ട്. മാധ്യമ മേഖലകളിലേക്ക് കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സഹകരണ മേഖലയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ കൈവച്ച 2 മേഖലകളിലും കേരളത്തിൽ 1-ാം സ്ഥാനത്തെത്താൻ നമുക്ക് കഴിഞ്ഞുവെന്ന് മാത്രമല്ല, രാജ്യത്തെ തന്നെ പ്രഥമ സ്ഥാപനങ്ങളുടെ ഗണത്തിലേക്ക് ആ സ്ഥാപനങ്ങളെ കൊണ്ടുപോകാനുള്ള ആർജവവും നേതൃത്വവും കഴിവും നമുക്കുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിന് പുറത്ത് വലിയ കോർപ്പറേറ്റുകൾ, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇന്ത്യയിലെ 10 സ്ഥാനങ്ങളിൽ 5-ാം സ്ഥാനത്ത് കേരള വിഷൻ ഡിജിറ്റൽ TVയും 6-ാം സ്ഥാനത്ത് ബ്രോഡ്ബാൻഡുമാണ്. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. വ്യവസായ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മുടെ പുതിയ ബിസിനസിന്റെ ഔദ്യോഗിക ലോഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നത്. ജെഫ് സോളാർ സൊല്യൂഷൻ കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ജില്ലാ കമ്പനിയായ കൊളീഗ്സ് കേബിൾ നെറ്റ് ഈ പുതിയ പദ്ധതിയുടെ ലോഞ്ചിങ് ഇന്ന് ഇവിടെ നിർവഹിക്കുകയാണ്. ഇതിനകം തന്നെ സംസ്ഥാനത്ത് കോട്ടയത്തും അതുപോലെ കണ്ണൂരും ഒട്ടേറെ ഈ ജെഫ്സ് കമ്പനിയുമായി സഹകരിച്ചുകൊണ്ട് ഒട്ടേറെ പദ്ധതികൾ, സോളാർ പദ്ധതികൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ജില്ലാ കമ്പനിയായ കൊലീഗ്സ് കേബിൾ നെറ്റ് ടൂറിസം മേഖലയിലേക്കും ഉള്ള
പ്രവേശിക്കാനുള്ള ചുവടുവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ റാണിപുരം അതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഒരു ടൂറിസം പദ്ധതിക്ക് രൂപം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജെബ്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ CV നിതീഷ്, CCN ചെയർമാൻ K പ്രദീപ് കുമാർ എന്നിവർ ധാരണാപത്രം കൈമാറി. COA സംസ്ഥാന പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര ലോഗോ പ്രകാശനം നിർവഹിച്ചു. കാഞ്ഞങ്ങാട് ആൻകാബിൾ നെറ്റ്വർക്ക് ഉടമ സിനോ ജോസഫിൽ നിന്നും ആദ്യം ബുക്കിംഗിനുള്ള ചെക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ ആദ്യ വിൽപ്പന നടത്തി. സിനോ ജോസഫിനുള്ള ഇൻഡക്ഷൻ കുക്കറും ഇതേ വേദിയിൽ വെച്ച് തന്നെ കൈമാറി. കേരള വിഷൻ MD പ്രജേഷ് അച്ചാണ്ടി പ്രൊമോഷണൽ വീഡിയോ പ്രകാശനം ചെയ്തു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത്, ജെംസ് സോളാർ കാസർഗോഡ് ബ്രാഞ്ച് മാനേജർ KV ഷിനിൽ, COE ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, സംസ്ഥാന സമിതി അംഗങ്ങളായ M ലോഹിതാക്ഷൻ, ഷുക്കൂർ കോളിക്കര, സതീഷ് K പാക്കം, K സജീവ് കുമാർ, കണ്ണൂർ ജില്ലാ ട്രഷറർ AV ശശികുമാർ, കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശൻ, കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി, നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജുരാജ് എന്നിവർ സംസാരിച്ചു. CCN ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പനത്തടി മണ്ഡലം സമ്മേളനത്തിന് പാണത്തൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പനത്തടി മണ്ഡലം സമ്മേളനത്തിന് പാണത്തൂരിൽ തുടക്കമായി. NI ജോയി നഗറിൽ നടന്ന പ്രതിനിധി സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ഗ്രൂപ്പൊന്നുമില്ല. നേരത്തെ AK ആന്റണിയുടെയും കരുണാകരന്റെയും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും നേതൃത്വം കൊടുത്ത ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളൊന്നുമില്ല. പക്ഷെ പ്രാദേശികമായി ഓരോ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റിയുള്ള ഗ്രൂപ്പുകളും ഒക്കെ ഉള്ളത് മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം കൊടുത്ത കാലഘട്ടം മുതൽ വിഭിന്നമായ അഭിപ്രായങ്ങളുള്ള ആളുകളൊക്കെ ഓരോ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിലൊന്നും കോൺഗ്രസ് ഒരിക്കലും പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന പൊതുപ്രവർത്തനമല്ല. പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KG ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സണ്ണി കുന്നക്കുളം സ്വാഗതം പറഞ്ഞു. ബളാൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മധുസൂദനൻ ബാലൂർ, മുൻ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, KN വിജയകുമാർ, സുപ്രിയ അജിത്, C കൃഷ്ണൻ നായർ, S മധുസൂദനൻ, MM തോമസ്, ശോഭന VV, സണ്ണി ഇലവുങ്കൽ, യോഗേഷ് കുമാർ P തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രവും പ്രസക്തിയും സമകാലിക രാഷ്ട്രീയത്തിൽ എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു. KSSPA സംസ്ഥാന കമ്മിറ്റി അംഗം എവിജിൻ TK ക്ലാസിന് നേതൃത്വം നൽകി. തുടർന്ന് ചർച്ചയും നടന്നു. പനത്തടി മണ്ഡലം സെക്രട്ടറി BK സുരേഷ് നന്ദിയും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹാളിലാണ് പ്രതിനിധി സമ്മേളനം നടന്നത്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ,
വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പനത്തടി മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് കൊടിമര പതാക ജാഥകൾ പ്രയാണം നടത്തി. സമ്മേളന നഗരിയിൽ മണ്ഡലം പ്രസിഡന്റ് KJ ജെയിംസ് പതാക ഉയർത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പനത്തടി മണ്ഡലം സമ്മേളന നഗരിയിലേക്കുള്ള കൊടിമര ജാഥ കോൺഗ്രസ് നേതാവ് പുഷ്പാകരൻ നായരുടെ എരിഞ്ഞിലംകോടുള്ള വസതിയിൽ നിന്ന് KPCC അംഗം മീനാക്ഷി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ എല്ലാ നേതാക്കളെയും വിളിച്ച് ഒരു സംസ്ഥാന നേതാവിനെ നമുക്ക് കൊണ്ടുവരണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ഊർജ്ജസ്വലതയുടെ ഭാഗമായിട്ടാണ്, ആ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് മറ്റന്നാൾ ഇവിടെ രമേശ് ചെന്നിത്തല വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും, ചെറിയ ആൾക്കാരൊന്നും പോരെ, ഏകദേശം ഒരു 100-400 ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കണം. മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KJ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. പാണത്തൂർ ബാപ്പുംകയത്ത് നിന്നും ആരംഭിച്ച പതാക ജാഥ DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളന നഗരിയായ പാണത്തൂരിലെ NI ജോയി നഗറിൽ എത്തിച്ചേർന്ന ഇരു ജാഥകൾക്കും പ്രവർത്തകർ സ്വീകരണവും നൽകി. തുടർന്ന് സമ്മേളന നഗരിയിൽ മണ്ഡലം പ്രസിഡന്റ് KJ ജെയിംസ് പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. ലോക വൃക്ക ദിനാചരണം പോർഫ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് പോർഫ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മാവുങ്കാലിലുള്ള ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വൃക്ക രോഗികളിൽ വൃക്കരോഗത്തെക്കുറിച്ചും രോഗം വരാതെ കാത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും ബോധവൽക്കരണം നടത്തി. പോർഫ സംസ്ഥാന ആക്ടിംഗ് കൺവീനർ ഖാലിദ് കുളവയൽ ഉദ്ഘാടനം ചെയ്തു. പോർഫ ജില്ലാ പ്രസിഡന്റ് സലാം അപ്സര അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് അവയവം മാറ്റിവെച്ചവർക്കുള്ള സൗജന്യ മരുന്ന് വിതരണവും ഡയാലിസിസ് രോഗികൾക്കുള്ള സൗജന്യ ഇഞ്ചക്ഷൻ വിതരണവും നടന്നു. ജില്ലാ സെക്രട്ടറി വിനോദ് മാവുങ്കാൽ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് നസ്രുദ്ദീൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 5 ലക്ഷം രൂപ ചെലവിൽ ഉദനൂർ സൗത്ത് ഇസ്ലാമിയ LP സ്കൂളിനെ നിർമ്മിച്ച ശുചിത്വ സമുച്ചയം തുറന്നു. പൊതുവിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. M രാജഗോപാലൻ MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 5 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ശുചിത്വ സമുച്ചയം സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ സമാപന വേളയിലാണ് കുട്ടികൾക്കായി തുറന്നു നൽകിയത്. M രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കുറച്ച് ഞങ്ങൾ ടീച്ചറുണ്ടായി പോയി. ഇനി പറഞ്ഞിട്ട് കാര്യം, ഇനിയിപ്പോൾ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, നമുക്ക് നമ്മുടെ മക്കളെ നന്നായി പഠിപ്പിച്ചു എല്ലാ സൗകര്യവും നന്നായി പഠിക്കുന്ന മോനും മോളും തെണ്ടിപ്പോകില്ല ഉറപ്പാണ്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M സുമേഷ്, സ്കൂൾ PTA പ്രസിഡന്റ് M സജേഷ് കുമാർ, പ്രധാനാധ്യാപകൻ AC അത്താവുള്ള, TC ഇസ്മായിൽ, EM സാബിറ, P അബ്ദുള്ള, റസാഖ് പുഴക്കര, N ഷാഹുൽ ഹമീദ്, AK കുഞ്ഞബ്ദുള്ള ഹാജി, AC ഫാറൂഖ്, TP അബ്ദുൽ സലാം ഹാജി, A അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാസർഗോഡ് മാന്യ കൊല്ലങ്കാനയിൽ റോഡിനോട് ചേർന്ന സ്ഥലത്ത് തീപിടുത്തം. ഉണങ്ങിയ പുല്ലുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സിന്റെയും ശ്രീ ക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജനയുടെ ദുരന്ത നിവാരണ വിഭാഗം ശൗര്യയുടെയും നാട്ടുകാരുടെയും പരിശ്രമത്തിൽ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുവാനായി. വേനൽ കടുത്തതോടെ ജില്ലയിലെ പലയിടങ്ങളിൽ തീപിടിക്കുന്നതും പതിവായി. മാന്യ കൊല്ലങ്കാനയിൽ റോഡിനോട് ചേർന്ന സ്ഥലത്തും ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായി. ഉണങ്ങിയ പുല്ലിലും കുറ്റിക്കാടുകളിലും തീ പടർന്നു. ഫയർഫോഴ്സിന്റെയും ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജനയുടെ ദുരന്ത നിവാരണ വിഭാഗം ശൗര്യയുടെ മധുർ കാസർഗോഡ് അംഗങ്ങളുടെയും പരിശ്രമത്തിൽ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി സാധിച്ചു. നാട്ടുകാരും തീയണക്കുവാൻ രംഗത്തുണ്ടായിരുന്നു. വേനൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ പലയിടങ്ങളിലുമായി തീപിടുത്തമുണ്ടാകുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട്. പുകവലിച്ചതിനു ശേഷം സിഗരറ്റ് കുറ്റികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണങ്ങിയ പുല്ലിലും മറ്റും തീപിടിക്കുവാൻ കാരണമാകുന്നത്. ഇക്കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒരിടവേള കൂടി. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്,
medical store, and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lives. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. നാലിന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. ആതുര സേവന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജൈനബി റഹ്മാൻ എന്ന ദാദിമയുടെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകി. ബദരിയ നഗർ ജുമാ മസ്ജിദ് ഖത്തീബ് ജനാബ് റിയാസ് റഹ്മാനി യോഗം ഉദ്ഘാടനം ചെയ്തു. ആതുര സേവന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജൈനബി റഹ്മാൻ എന്ന ദാദിമയുടെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകി. മക്കളായ ഉമ്മു മക്തും വഹാബും ഷെയ്ഖ് അബ്ദുൽ നാസിറും ഷെരീഫ് കാസർഗോഡ്, അസീം മണിമുണ്ട ഉപ്പള, നൂർ മുഹമ്മദ് ഉപ്പള എന്നിവർ ചേർന്നാണ് ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകിയത്. ബദരിയ നഗർ ജുമാ ಮಸ್ಜಿದ್ ഖത്തീബ್ ಜನಾಬ್ ರಿಯಾಸ್ ರಹಮಾನಿ ಉದ್ಘಾಟನೆ ചെയ്തു. ನಾನು ಕರ್ನಾಟಕದಲ್ಲಿ ವಾರ್ತೆಯಲ್ಲಿ ನಾನು ಕೇಳ್ತಾ ಇದ್ದೇನೆ, ಯಾರೊಬ್ಬರು ನಮ್ಮ ಈಗ ಒಂದು ಫಿಲ್ಮ್ ಸ್ಟಾರ್ ಇದ್ದಾರೆ, ಈಗ ಅವರ ತಾಯಿ ಒಂದು ದೇಹಾಂತ ಆಯಿತು ಬೆಂಗಳೂರು. ಅವರು ಅವರ ಅಮ್ಮನ ಹೆಸರಿನಲ್ಲಿ ಒಂದು ಮಂದಿರ ಕಟ್ಟಿದ್ದಾರೆ. ಅಮ್ಮನ ಹೆಸರಿನಲ್ಲಿ ಅಲ್ಲಿ ಡೈಲಿ 3 ಟೈಮ್ ಎಲ್ಲರಿಗೂ ಊಟ ಫ್ರೀ ಅಮ್ಮನ ಹೆಸರಿನಲ್ಲಿ ಕಟ್ಟಿದ್ದಾರೆ. ಯಾವುದೊಂದು ಪತ್ರದಲ್ಲಿ ಹೋದರೆ ತಂದೆಯ ಹೆಸರಿನಲ್ಲಿ ಒಂದು ಪುತ್ಥಳಿಗೆ ಮಾಡಿ ಅದಕ್ಕೆ പൂജിಸುತ್ತಾರೆ. ജമാഅത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. നാസർ ഷെയ്ഖ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ 180-ൽ പരം കുടുംബങ്ങൾക്ക് ധനസഹായം കൈമാറി. സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. ആസിഫ് മൗലാന, റഹീം റഹ്മാനി, SK അബ്ദുൽ ജബ്ബാർ, SK കരീം, H ഹാരിസ്, SK സുബൈർ, അഷ്റഫ് ദാവൂദ് മുഹല്ല, നിസാം മൗവൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബദ്രിയ സ്നേഹ കൂട്ടായ്മ സെക്രട്ടറി CH മജീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കിഴക്കുംകര നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവം 14, 15, 16 തീയതികളിൽ നടക്കും. കുടുംബസംഗമവും സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് കിഴക്കുംകര നാലപ്പാടം കുന്നത്ത് തറവാട് കളിയാട്ട മഹോത്സവവും കുടുംബസംഗമവും മാർച്ച് 14, 15, 16 തീയതികളിൽ നടക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14 വൈകിട്ട് നടക്കുന്ന കുടുംബസംഗമം അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ഉദ്ഘാടനം ചെയ്യും. സ്മരണികയുടെ പ്രകാശനവും നിർവഹിക്കും. കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാഘവൻ ദൊഡുവയൽ അധ്യക്ഷനാവും. നാലപ്പാടം പത്മനാഭൻ സ്മരണിക പരിചയപ്പെടുത്തും. തറവാട്ടിലെ മുതിർന്ന അംഗങ്ങളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച തറവാടംഗങ്ങളെയും ആദരിക്കും. പല്ലവ നാരായണൻ സാംസ്കാരിക പ്രഭാഷണം നടത്തും. തറവാട്ടുകാരണവർ നാരായണൻ പാടി, കുഞ്ഞിക്കണ്ണ നുദുനൂർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മീന, MB മധു എന്നിവർ സംബന്ധിക്കും. നല്ല അകമഴിഞ്ഞ സംഭാവന, അതുപോലെ തന്നെ സഹായ സഹകരണങ്ങൾ മൊത്തം നമ്മുടെ തറവാട്ടിൻ്റെ സംഘാടക സമിതിയോടുകൂടെ അവരെ ഉണ്ട്. അതുപോലെ ഈ ഉത്സവം ഒരു വലിയ കല്യാണ മഹോത്സവത്തിനാക്കിയിട്ട് അവരുടെ നാട്ടുകാരും തറവാട്ടങ്ങളും ഒരുമിച്ച് കൈകോർത്തു. ജനറൽ കൺവീനർ നാരായണൻ സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ വരദ നാരായണൻ നന്ദിയും പറയും. തുടർന്ന് തിരുവാതിര, കൈകുട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങിലെത്തും. 15-ന് രാവിലെ കലവറ ഘോഷയാത്ര, വൈകിട്ട് 7-ന് തെയ്യം കൂടൽ, വിഷ്ണുമൂർത്തി, ചാമുണ്ടിയമ്മ, പടക്കത്തി ഭഗവതി തുടങ്ങിയ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം. 16-ന് പൊട്ടൻ തെയ്യം, ചാമുണ്ടി, വിഷ്ണുമൂർത്തി തെയ്യങ്ങൾ അരങ്ങിലെത്തും. 11:50 മുതൽ 12:50 വരെയുള്ള മുഹൂർത്തത്തിൽ പടക്കത്തി ഭഗവതിയുടെ തിരുമുടി ഉയരും. തുടർന്ന് ഗുളികൻ ദേവം കെട്ടിയാടും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രാഘവൻ ദൊടുവയൽ, നാരായണൻ ബല്ല, വരദ നാരായണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ചാല BEd സെന്ററിൽ കോളേജ് ഡേ ആഘോഷവും അനുമോദനവും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ചാലയിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെന്റർ കോളേജ് ഡേ ആഘോഷവും യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മികച്ച വിജയം നേടിയവർക്കുള്ള അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു.
അധ്യാപകർ സ്നേഹം നൽകി സാഹോദര്യവും ധാർമ്മികതയും വിളയിക്കുന്ന സോഷ്യൽ എഞ്ചിനീയർമാർ ആകണമെന്ന് ഷാനവാസ് പാദൂർ അഭിപ്രായപ്പെട്ടു. ടീച്ചേഴ്സും കുട്ടികളും തമ്മിലൊരു എഫക്ഷൻ്റെ വലിയൊരു കുറവ് നമുക്കിപ്പോൾ കാണുന്നു. നല്ല ടീച്ചറായാൽ സ്കൂളിന് നല്ലത്, സ്റ്റുഡൻസിന് നല്ലത്, സൊസൈറ്റിക്ക് നല്ലത് എന്നല്ല ഇപ്പം നിങ്ങളുടെ മറ്റേ സ്കൂൾ ഡയറക്ടർ പറയുന്നത് കണ്ടു. നല്ലൊരു ടീച്ചറായാൽ അത് സ്റ്റുഡൻസിന് നല്ലൊരു ടീച്ചറെ കിട്ടിയാൽ മതി. ആ സ്റ്റുഡൻസിന് നല്ല ടീച്ചറെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ സ്കൂളിനും സൊസൈറ്റിക്കും എല്ലാത്തിനും നേരത്തെ ടീച്ചർ ഉദ്ദേശിച്ച പോലെയുള്ള ഗുണങ്ങളുണ്ടാവും. അതിൽ സംശയമൊന്നുമില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളായിട്ടുള്ള ഒരു എഫക്ഷൻ ഇന്ന് കാണുന്നത്. കോഴ്സ് ഡയറക്ടർ KC റിജുമോൾ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PT ബെന്നി സമ്മാനദാനം നിർവഹിച്ചു. KV നവീന, ഡോക്ടർ CA അബീറ, അജിത് രാമചന്ദ്രൻ, PP ശോഭരാജ്, D അബ്ദുൽ സമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഫൈൻ ആർട്സ് സെക്രട്ടറി ആർദ്ര ബെന്നി, V സിബിന, ലക്ഷ്മി മഹേന്ദ്രൻ, ആദിത്യ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പസ് യൂണിയൻ ചെയർപേഴ്സൺമാരായ P നിരഞ്ജന സ്വാഗതവും അനു നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന KCB നിലപാടിനെതിരെ കാസർഗോഡ് പ്രതിഷേധമിരമ്പി. COE ജില്ലാ കമ്മിറ്റി ജില്ലാ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഇനി കറന്റ് ബില്ല് സീറോ ആക്കാം. കാസർഗോഡ് റിന്യൂവബിൾ എനർജി മേഖലയിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി പുത്തൻ ചുവടുവയ്പുമായി കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പനത്തടി മണ്ഡലം സമ്മേളനത്തിന് പാണത്തൂരിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം നടന്നു. ലോക വൃക്ക ദിനാചരണം. പോർഫ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. 5 ലക്ഷം രൂപ ചെലവിട്ട് ഉദനൂർ സൗത്ത് ഇസ്ലാമിയ LP സ്കൂളിന് നിർമ്മിച്ച ശുചിത്വ സമുച്ചയം തുറന്നു. മാന്യ കൊല്ലങ്കാനയിൽ റോഡിനോട് ചേർന്ന സ്ഥലത്ത് തീപിടുത്തം. ഉണങ്ങിയ പുല്ലുള്ള പ്രദേശത്താണ് തീപിടുത്തമുണ്ടായത്. ആതുര സേവന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ജൈനബി റഹ്മാൻ എന്ന ദാദിമയുടെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം നൽകി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.